PSCക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടാണ് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യനും ആൻസറും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിലെത്തിയ പ്രധാന യൂറോപ്യൻ വ്യാപാര ശക്തികൾ ആരൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ അല്ലേ? അത് PDF അങ്ങനൊരു ഫോർമാറ്റിൽ നമുക്ക് പഠിക്കാം. PDF ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേർത്താൽ മതി. അപ്പോൾ PDF. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതിലെ പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? ആരായിരിക്കും? പോർച്ചുഗീസുകാരല്ലേ? അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. പിന്നീട് നമുക്കൊരു റിവിഷൻ്റെ ആവശ്യമില്ല. അപ്പം എൻ്റെ കൂടെ തന്നെ നിങ്ങളും പഠിച്ചു പോവുക കേട്ടോ. ഇനി ഇത് പഠിച്ചാൽ തന്നെ നമുക്കിനി വേറെ നോക്കേണ്ട ആവശ്യം വരില്ല. കുറേ റെഫർ ചെയ്ത് എടുത്തതാണ്. ഇപ്പം എക്സാമിനായിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ? പോർച്ചുഗീസുകാരാണ് ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽവാരിസ് കബ്രാൾ. അൽവാരിസ് കബ്രാൾ ആണ് കൊച്ചിയിൽ പണ്ടകശാല പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അൽവാരിസ് കബ്രാൾ. അടുത്ത ക്വസ്റ്റ്യൻ, പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പറങ്കികൾ പോർച്ചുഗീസുകാർ. പറങ്കി പി വെച്ചിട്ട് തുടങ്ങും. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഓക്കെ, അപ്പൊ ഫ്രഞ്ചുകാരെയാണ് പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത്. അടുത്തത്, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡച്ചുകാർ. ഇതൊക്കെ 6-7 ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ 2-3 കാര്യം പറഞ്ഞു. പോർച്ചുഗീസുകാർ, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിലെത്തിയ വർഷം അറിയാമോ? ഏതാണ് ആ വർഷം? 1524. 1524 വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിലെത്തിയ വർഷം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി ഏതാണ്? ആ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി. അപ്പോൾ വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? നമ്മുടെ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയാണ് യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ ആണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. നന്നായിട്ട് അത് പഠിച്ചു വെക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ വന്ന കപ്പലിന്റെ പേരെന്ത്? എന്തായിരിക്കും അദ്ദേഹം വന്ന കപ്പലിന്റെ പേര്? സെന്റ് ഗബ്രിയേൽ എന്നാണ് വാസ്കോ ഡ ഗാമ വന്ന കപ്പലിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ ഏതൊക്കെയായിരുന്നു? അതായത് ഈ സെന്റ് ഗബ്രിയേൽ കപ്പൽ അല്ലാതെ വേറെ 2 കപ്പലും കൂടി ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് അറിയാമോ? പേര് സെന്റ് റാഫേൽ, പിന്നെ ബെറിയോ. അപ്പം 2 കപ്പലാണ്. സെന്റ് റാഫേൽ, ബെറിയോ എന്നാണ് ആ കപ്പലുകളുടെ
പേര്. അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവ. ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരിസ് കബ്രാൾ. അപ്പോൾ അൽവാരിസ് കബ്രാൾ ആണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. അപ്പം ഈ പേരൊന്നും മറക്കരുത്, നന്നായിട്ട് എൻ്റെ കൂടെ തന്നെ പഠിച്ചോണേ. അൽവാരിസ് കബ്രാൾ ആരായിരുന്നു? വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. പിൻഗാമിയായിട്ട് എത്തിയതാണ് അല്ലേ, അൽവാരിസ് കബ്രാൾ, പിൻഗാമി. അടുത്തത്, വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് അത് എല്ലാവർക്കും അറിയാം അല്ലേ. എന്നായിരിക്കും വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1498 മെയ് 20. 1498 മെയ് 20 വാസ്കോഡ ഗാമ നമ്മുടെ ഇന്ത്യയിലെത്തിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം എത്രയാണ്? 1502. അപ്പോൾ വാസ്കോഡ ഗാമ ആദ്യം വന്നതോ 1498. വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയത് 1500-കളിലാണ്, 1502. ഇനി അപ്പോൾ വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനമായിട്ടും എത്തിയ വർഷം ഏതാണ്? 1524. അത് തന്നെ, 1524 വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ എത്തിയത്. എൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു പോണേ. ഇപ്പം നമ്മൾ കുറച്ചേറെ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇതെല്ലാം പഠിച്ചാൽ തന്നെ നമുക്ക് ഈ പോർച്ചുഗീസുകാരെ ബന്ധപ്പെടുത്തി എക്സാമിന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. ഇനി അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ആരായിരിക്കും? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പുകയില കൃഷി ആരംഭിച്ചതും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്തത്, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? ആദ്യ കോട്ട? മാനുവൽ കോട്ട. അറിയായിരുന്നോ എല്ലാവർക്കും? അപ്പോൾ ഒന്നും കൂടി പറഞ്ഞേ, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയും ഏത് തന്നെയാണ്? മാനുവൽ കോട്ട. അപ്പോൾ മാനുവൽ കോട്ടയ്ക്ക് മറ്റ് പേരുകളുണ്ട്. എന്തൊക്കെയായിരുന്നു ആ പേരുകൾ? ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ആ പേരുകൾ. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട. ഇതൊക്കെയായിരുന്നു ഈ കോട്ടകളെല്ലാം അറിയപ്പെടുന്നത് എന്ത് പേരിലുള്ള കോട്ടയായിട്ടാ? മാനുവൽ കോട്ട. അടുത്തത്, മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? ഇത്രയും പേരുള്ള ഈ മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? അൽബുക്കർക്ക്. അപ്പം അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി. നമ്മളിപ്പോൾ കുറച്ച് 2-3-4 പേരുകൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞേ, ഇതൊക്കെ ഓർത്തോണം. അൽവാരിസ് കബ്രാള്, അൽബുക്കർക്ക്, പിന്നെ വേറെ എന്തൊക്കെയോ 2-3 പേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാ? ഉത്തരം അറിയാമോ? ആരായിരിക്കും ആദ്യത്തെ വൈസ്രോയി എന്ന്? എല്ലാരും പഠിച്ചു കാണുമല്ലോ. ആരാണ്? ഫ്രാൻസിസ് കോഡി അൽമേഡ. ഫ്രാൻസിസ് കോഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. കണ്ടോ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈസ്രോയിയാ. അപ്പം പുള്ളിക്കാരൻ കുറച്ച് ഭയങ്കര സ്ട്രോങ് ഒക്കെയാണ് അല്ലേ, ഭയങ്കര അൽമേഡ, മനസ്സിലായില്ലേ? അപ്പം അതിൽ നിന്നൊക്കെ ഭയങ്കര മേട, അങ്ങനെയൊക്കെ നമുക്ക് പഠിച്ചോർത്ത് വെക്കാം. അപ്പൊ ഫ്രാൻസിസ് കോഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീലജല നയം
എന്താണ് നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി? ആരാണ്? അതും അൽമേഡ തന്നെയാണ്. അപ്പം നീലജലം നടപ്പാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്? അതും അൽമേഡ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. പിന്നെന്താണ്? നീലജല നയം നടപ്പിലാക്കിയതും ആരാണ്? അൽമേഡയാണ്. അദ്ദേഹം ഒരു പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഇനി കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും ആരാണ്? അൽമേഡയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയെ നമ്മൾ പറഞ്ഞു ആരായിരുന്നു? ഒന്നാലോചിച്ച് നോക്കിക്കേ എല്ലാവരും, ആരായിരുന്നു എന്ന്. കറക്റ്റ്, ആരായിരുന്നു? അൽമേഡ. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? രണ്ടാമത്തെ അൽബുക്കർക്കാണ്. അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി. എന്താണ്? ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്കാണ്. അപ്പം ഗോവ പിടിച്ചെടുക്കാനായിട്ട് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിമാരാണ്? അൽബുക്കർക്കാണ്. അപ്പം ഇതെല്ലാം ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക, എന്നിട്ട് നന്നായി പഠിക്കുക. ഇതാണ് നമ്മുടെ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും തന്നെ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് നമ്മുടെ PSC ക്വസ്റ്റ്യനിൽ വന്നാൽ നമുക്ക് എഴുതാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.